ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ മുഖസംരക്ഷണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രണ്ട് സാധനങ്ങളാണ് ഇന്നത്തെ സൗന്ദര്യ സംരക്ഷണത്തിനായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുന്നു, സൗന്ദര്യം അല്ലെങ്കിൽ വെളുപ്പ് അല്ല ഒരാളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന മാനദണ്ഡം, അയാളുടെ വ്യക്തിത്വം തന്നെയാണ്. അപ്പോൾ വെളുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. കറുപ്പിന് ഇഷ്ടപ്പെടുന്നവർ അങ്ങനെയും ചെയ്യുക. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തു, അതിലേക്ക് 2 സ്പൂൺ അരിപ്പൊടി എടുത്തു. ഈ തേങ്ങാപ്പാലും അരിപ്പൊടിയും നമ്മുടെ മുഖ സൗന്ദര്യവർദ്ധനവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 2 അത്യുത്തമമായിട്ടുള്ള 2 ചേരുവകളാണ് കേട്ടോ. അരിപ്പൊടി ഉപയോഗിച്ചുള്ള ഇത്തരം ഫേസ് പാക്കുകൾ മുഖത്തെ മൃദുവാക്കാനും നിറം നൽകാനും സഹായിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ അരിപ്പൊടിയുടെ തരി നല്ലൊന്നാന്തരം സ്വാഭാവിക സ്ക്രബ്ബറുമായി പ്രവർത്തിക്കുന്ന സാധനമാണ്. ഇത് മൃദുകോശങ്ങളെ അകറ്റി ഇതുവഴി മുഖത്തിന് മൃദുത്വവും തിളക്കവും നിറവും ഒക്കെ നൽകുന്നു. ഈ ബ്ലാക്ക് ഹെഡ്സ് പോലുള്ള പ്രശ്നങ്ങൾക്കും അരിപ്പൊടി ഉപയോഗിച്ചുള്ള ഇത്തരം ഫേസ് മാക്കുകളൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ കയ്യിൽ തേച്ച് ആ ഒരു തേങ്ങാപ്പാലിൻ്റെ അകത്ത് അരിപ്പൊടി മിശ്രിതമാക്കി നല്ലതായിട്ടൊരു കുഴമ്പ് പരുവത്തിലാക്കി നമ്മുടെ കയ്യിലേക്ക് തേച്ച് പിടിപ്പിക്കുക. അത് തേച്ച് പിടിപ്പിച്ച് നമ്മൾ കുറച്ച് നേരം നിൽക്കണം. പിന്നെ തേങ്ങാപ്പാൽ, അതിനെപ്പറ്റി പറയണ്ടല്ലോ. കുഞ്ഞുനാൾ നമ്മൾ ജനിച്ച് വീഴുമ്പോൾ തന്നെ നമുക്ക് നിറം വെക്കാനായിട്ടൊക്കെ എല്ലാവരും പറഞ്ഞു തരുന്നൊരു സാധനമാണ്. കുഞ്ഞുങ്ങൾക്ക് തേച്ച് കൊടുക്കാനൊക്കെ പറയുന്നൊരു സാധനമാണ് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് തേച്ചാൽ നന്നായി നിറം വെക്കുമെന്ന്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാനതൊക്കെ തേച്ച് പിടിപ്പിച്ചു. ഇനി നമുക്കൊന്ന് കഴുകി നോക്കാം കേട്ടോ, കൈയുടെ നിറം എങ്ങനെയാണെന്ന്. അത് നന്നായിട്ട് ഉരച്ച്, ഇത് ഒരിക്കൽ തേച്ചാൽ ഇതിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങളത് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മളിത് ചെയ്ത് നോക്കുക. പ്രകൃതിദത്തമായ ഒരു രീതി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് റിസ്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യവുമില്ല. അപ്പോൾ യാതൊരു ദോഷവും വരുത്താതെ വലിയ വിലയൊന്നും കൊടുത്ത് വാങ്ങേണ്ട ഒരു സാധനമല്ല ഇതൊന്നും. നമ്മുടെ വീട്ടിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക്, നിത്യജീവിതത്തിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളായതുകൊണ്ട് തന്നെ നമുക്കിത് വീട്ടിലുണ്ടാകുകയും ചെയ്യും, ഉപയോഗിക്കുകയും ചെയ്യാം. കണ്ടോ, കൈയുടെ ആ ഒരു നിറവ്യത്യാസം നിങ്ങൾ കണ്ടോ, മനസ്സിലായോ നിങ്ങൾക്ക്? ആ ഒരു ജസ്റ്റ് തേച്ച് സ്ക്രബ് ചെയ്തോളൂ, അപ്പോൾ തന്നെ ഒരു ചെറിയ നിറവ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഒരാഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ലൊരു എഫക്റ്റ് ഉണ്ടാകുക. തേങ്ങയൊക്കെ വീട്ടിൽ ചിരകുന്ന സമയത്തൊക്കെ കുറച്ച് തേങ്ങയൊക്കെ എടുത്ത് മാറ്റി വെച്ചാൽ ഒന്ന് പിഴിഞ്ഞ് കുറച്ചെടുത്ത് അങ്ങ് ഫ്രിഡ്ജിലോട്ടെടുത്ത് വെച്ചാൽ നമുക്ക് കുളിക്കുന്നതിന് മുമ്പ് നമ്മുടെ മുഖമൊക്കെ ഒന്ന് മസാജ് ചെയ്യുന്നതും നല്ലതാണ്. ഇപ്പോൾ അരിപ്പൊടി വേണമെന്നില്ല, അത് തന്നെയാണെങ്കിലും വളരെ നല്ലതാണ്. ഇപ്പോൾ രണ്ടും കൂടെ ചേരുമ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഗുണവും കൂടെ നമുക്ക് കിട്ടുമല്ലോ. അതുപോലെ തന്നെ ഇത് മുഖത്ത് പുരട്ടി കുറച്ച് നേരം മസാജ് ചെയ്ത് കൊടുക്കുക. എണ്ണമയം വല്ലാണ്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കടലപ്പൊടി പോലുള്ള ആ ഒരു കടലപ്പൊടി ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് മുഖം കഴുകുന്നത് നന്നായിരിക്കും. ഇനി കടലപ്പൊടി ഇല്ലാത്തവർ വിഷമിക്കേണ്ട, നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കുറച്ച് നേരം കഴിയാൻ തന്നെ ആ എണ്ണമയൊക്കെ പോകും. എണ്ണമയം ഒട്ടും ഇഷ്ടമല്ലാത്തവരുടെ കാര്യമായിട്ടോ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾ ആ ഒരു കൈയുടെ നിറവ്യത്യാസം തന്നെ കണ്ടല്ലോ. അപ്പോൾ നിങ്ങളത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കൊച്ചു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.